ഇതാ ഉല്ലാസിന്റെ മുറി. അല്ല അയാളെ തല്ലിയത് കുറച്ച് കട്ടിയായിപ്പോ കേട്ടോ. ആര്? ആ വണ്ടി ഇടിച്ചാളെ. അല്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ തല്ലിയാന്. അറ്റാക്ക് ഇസ് ദി ബെസ്റ്റ് ഡിഫൻസ്. അവര് തിരിച്ചറ്റാക്ക് ചെയ്തല്ലോ. ഞാനൊരു പെണ്ണല്ലേ, എന്നെ തൊട്ടേ വിവരം അറിയും. രാവിലെ 9 മണിക്ക് റെഡിയാണ്. ഫുള്ള് കൗണ്ട് ചെയ്തു. 15 lakhs ഉണ്ട്. നീ നിന്റെ കാര്യം തന്നെ വെച്ചോ. കാറിനകത്ത് കയറിയിരുന്നു, അതാണ്ടോ കുഴപ്പം. മണവാളനായിട്ടാണല്ലോ. ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടിന്റെയാ. ഇട്ടിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് തിരിച്ചു കൊടുക്കണം. റീസ്റ്റാർക്കൊരു വിശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ച അജുബായി കേട്ടത്. ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി. സംശയം തോന്നരുതല്ലോ. തണുപ്പത്ത് നന്നായി വേർക്കുന്നുണ്ടല്ലോ. ഉണ്ടോ? പേടിയുണ്ടോ? ചെറുതായിട്ട്. മിനി എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു. അതൊന്നും ഇത്രയും പേടിയില്ല. ഭയങ്കര ടെൻഷൻ. ഇവരാണ് സാക്ഷി. ഒപ്പിടാനൊക്കെ അറിയാലോ അല്ലേ? ആ ഭൂമി തട്ടിപ്പ് കേസിലെ പ്രതി സാംസൺ സാറും മകളല്ലേ അവിടെ നിൽക്കണേ? അതെ. ആ കൊച്ചിന്റെ പേരിലല്ലേ കേസൊക്കെ ഉള്ളത്? അതിന്റെ കല്യാണം രജിസ്റ്റർ ചെയ്യുവാ. ആ ബെസ്റ്റ്. വല്ല വെളിനാട്ടിലുള്ള വല്ലവന്മാരൊക്കെ ആയിരിക്കുള്ളൂ. അല്ലാതെ അറിയുന്നവന്മാരാരെങ്കിലും ഈ പണിക്ക് നിൽക്കുവോ? പാവം. പാവമല്ല, നല്ല ക്രിമിനൽ ലുക്കാ. എത്ര കിട്ടി? ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടുപേരും കൂടി ഒന്ന് വരേണ്ടി വരും. അങ്ങനെയല്ലല്ലോ അന്ന് പറഞ്ഞത്. ഞാൻ നിയമം പറഞ്ഞതാ, നിങ്ങൾ വരുമൊന്നും വേണ്ട. ഇതിൽ കാണുന്ന അഡ്രസ്സിൽ ഞാൻ അയച്ചു തരാം. ഇവിടത്തെ അഡ്രസ്സിലല്ല കേട്ടോ, നാട്ടിലെ അഡ്രസ്സിലേക്ക് അയക്കണം. ശരി. ഉല്ലാസിന്റെ പാസ്പോർട്ടിൽ ഇവളുടെ പേര് കൂടി ചേർക്കണമെങ്കിൽ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. ഇതിന്റെ ആവശ്യമുണ്ടോ? അല്ല, നോക്കാം. ഈ ട്രാവൽ ഏജന്റ് പറഞ്ഞ പോലെ. പപ്പ ഉല്ലാസിനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടും. പൊക്കോ. കേറ്. എല്ലാം ശരിയാവും അലക്സ്. എനിക്കെന്തോ ഈ ടോട്ടൽ ഐഡിയ അങ്ങോട്ട് വർക്കൗട്ട് ആവാൻ തോന്നുന്നില്ല. ഈ അമേരിക്കയിലുള്ള പ്രിൻസ് കോളേജ് നമ്മുടെ സീനിയർ ആയിരുന്നില്ലേ? കുറെ നാള് എന്റെ പുറകെ ആയിരുന്നു. സംഗതി പ്രശ്നമാവെന്ന് മനസ്സിലായപ്പോ പപ്പ പേടിച്ച് നാട് വിട്ടതാ. നമ്മൾ തമ്മിലുള്ള റിലേഷനൊക്കെ പ്രിൻസിന് അറിയാവുന്നല്ലേ? പപ്പ അങ്ങോട്ട് വിളിച്ച് പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ പ്രിൻസ് ഫ്ലാറ്റ്. ഈസ് സച്ച് എ ഫൂൾ. ഒരു മണ്ടൻ. പറഞ്ഞ എല്ലാ നുണകളും അങ്ങനെ തന്നെ വിശ്വസിച്ചു. US-ലെത്തിയാൽ ഞാൻ എന്റെ വഴിക്ക് പോവും. കേസ് കൊടുക്കാൻ പോലും പ്രിൻസിന് പറ്റില്ല. ഹീസ് ഇല്ലീഗൽ. പിന്നെ വിതിൻ നോ ടൈം അലക്സിനെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. ഹലോ. ഹലോ, എന്നെടുക്കുവാ? ചെറിയൊരു തിരക്കില്ല. ഞാനിങ്ങനെ ഓഫീസിൽ ബോറടിച്ചിരിക്കുകയായിരുന്നേ. എന്നാ പിന്നെ 2 കൊച്ചു വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാന്ന് വിചാരിച്ചു. അതെ, ഇവിടെ വിന്റർ തുടങ്ങാറായി. അതിനിടെ ഞാൻ തൊട്ട് ആ കാന്താരി കായ്ച്ചു. ഞാൻ ഇൻസ്റ്റയിൽ പടം ഇട്ടിട്ടുണ്ട്. ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ആക്ച്വലി ഞാനൊരു ചെറിയ ഫംഗ്ഷനിലാ. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കട്ടെ. അതിനിപ്പോ അവിടെ രാത്രിയല്ലേ? ഈ സമയത്ത് എന്നാ ഫംഗ്ഷനാ? ഒരു ഓർഫനേജിന്റെ ഫംഗ്ഷനാ. അനാഥ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാ.
എന്നാ കൊടുത്തോ ഉമ്മ ഉമ്മേ What are you doing? I told you not to make calls at work. I'll cut your salary. സോറി സാർ നാട്ടിൽ അമ്മച്ചി ഫോൺ മൈ മദർ. And I pledge to stand here as a leader with higher qualities. Once Abraham Lincoln said, the best way to predict the future is to create it. Thank you. Thank you very much. Give a huge round of applause to our newly elected Secretary, Dr. Shivadas M. Nair, President, Mr. Koshi Daniel, and Treasurer, Mr. Rupan Pratapan. Meeting adjourned. So hereby we commence the official part of today's meeting and we are moving on to our entertainment session. The team is here to entertain us with their musical extravaganza. Let's welcome Team Kalasadan. ചേർത്തല തക്കാട്ടുശ്ശേരി ഓമന ഒന്ന് കാണാൻ പോയാലോ? എടോ ഇതിനെ നമ്മൾ 2 വർഷം മുമ്പ് പോയി കണ്ടതല്ലേ. താൻ വേറൊന്നിനെ നോക്ക്. ഇതെങ്കിലും നടക്കൂ. ഈ സന്ധ്യാസമയത്ത് ചെക്ക് കിട്ടിയിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന മാത്യു തരകനാണ് ഞങ്ങളുടെ കാഷ്യർ. ത്രൂ അക്കൗണ്ട് അല്ലാതെ ട്രാൻസാക്ഷൻ പറ്റില്ല. സാറേ ഒരു 15,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അത് ക്യാഷ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങൾ കുറെ പേരുണ്ട് സാർ. അതൊന്നും പറ്റില്ല. മാത്യു സാർ ഭയങ്കര സ്ട്രിക്റ്റാ. ഈ ഇൻകം ടാക്സ് വർക്ക് ചെയ്ത് മാത്യു തരാൻ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അദ്ദേഹത്തെ പരിചയമുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല. അപ്പോ ഇവരൊന്ന് ഉയരോടെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഇല്ല എന്ന് പറഞ്ഞില്ല. ഇപ്പോഴത്തെ അടിപൊളിയായിട്ടുണ്ടല്ലോ. അതൊക്കെ എടുത്തെന്ന്. എടാ, കാശ് കിട്ടിയാലേ ശ്യാമപ്രസാദ് സ്റ്റേജിൽ കയറും. നീ ഏതെങ്കിലും ATM പോയി പൈസ എടുത്തോണ്ട് വാ. പിൻ നമ്പർ അറിയാലോ. നീ നാളത്തെ പരിപാടി കൂടി കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ പോവൂ. ഗവൺമെന്റ് സ്ഥലം കയ്യേറി റിസോർട്ട് പണിയുമ്പോ സ്വന്തം മോളുടെ പേരിൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യുമോ? ശരിക്കും പ്രിൻസ് അല്ല, നിന്റെ പപ്പയാണ് ഫുൾ. ഇനിയധികം താമസമൊന്നും വേണ്ട നീ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാവാൻ. I will fly before that. സർപ്രൈസ്. ഇതന്നെ ഇവിടെ മെജസ്റ്റിക് ക്ലബിന്റെ പരിപാടി ഉണ്ടാ? അല്ല, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ആ മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ അഡ്രസ്സിലാണ് വന്നത്. പേടിക്കണ്ട, ഞാൻ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു സെൽഫി എടുക്കാം. സർപ്രൈസ് നമുക്ക് മാത്രം പോരല്ലോ, വിളിക്കും വേണ്ടേ? Ladies and gentlemen, let's welcome the most talented, vibrant, young, dynamic singer. എന്താ പേരെന്താ? ശ്യാം പ്രസാദ്. ശ്യാമപ്രസാദ്. നമസ്കാരം. കേരളത്തെ പാടി പുകഴ്ത്തുന്ന ഒരു മനോഹരമായ ഗാനമാണ് ആദ്യം. ബൊഫേ ഈസ് ഓപ്പൺ നൗ. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി. ബിരിയാണിയുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ സാക്ഷാൽ അമിതാഭ് ബച്ചന് മുൻപ് അങ്ങോട്ടോ. ഈ കോഴി മുട്ടുന്ന സ്ഥലം ഒരു പിടിയില്ലായിരുന്നു. പൊരുന്നലായി കാണാതായപ്പോഴാണ് ഇവിടെ കയറിയിരിപ്പുണ്ടാവും തോന്നിയത്. ഉല്ലാസേട്ടന്റെ പഴയ സാധനങ്ങളൊക്കെ. അകലെ അകലെ നീലാകാശം അലതല്ലും രാഗതീർത്ഥം. ഇതാ ഇൻകം ടാക്സിലെ മാത്യു സാർ. ഞാൻ മേരെ സപ്പനോക്ക് പാടും. നിങ്ങൾ എന്നെ പാടാനും പിന്നെ ഞങ്ങളെ വിളിച്ചെന്തിന്? ശരിയാ. അമ്പടി ജിഞ്ചിഞ്ഞാക്കടി, ഇതാണോ നിന്റെ ഗോഡൌൺ? പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ചടുതി എന്ന ഗാനവുമായി എത്തുന്നു കലാസദൻ ഉല്ലാസ്. ಗಡ್ಡತನ ಚಾಡುದಿ ಗಡ್ಡಿರತನ ಚಾಡುದಿ ಗಡ್ಡತನ ಚಾಡುದಿ ಗಡ್ಡಿರತನ ಚಾಡುದಿ
आंदे डट्टू तो टप चाड़दी बोल तारा रा है कंजीरी का लोल कर दी बोल तारा रा है कंजीरी का लोल कर दी बोल तारा रा അപ്പുറത്തുണ്ടോ നോക്കിയേ പേപ്പറൊക്കെ ഉണ്ടല്ലോ ഇത് ഈ കോഴിക്ക് ചോറ് അവിടെ കൂറ് ഇവിടെയാ